ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് എന്താ വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രം ആണ് അതിൽ നമ്മൾ നോക്കുക. ആൻഡ് നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ മെസ്സേജസ് അവിടെയെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ എന്താണ് 2025 മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട്, ഓവറോൾ എനർജി ലീബ്രയ്ക്ക് വേണ്ടിയിട്ട്. ലീബ്രയുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ആണ്, 9 of swords and 2 of wands. നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ്? ജനറൽ മെസ്സേജ് 5 of wands, Knight of Pentacles, 3 of swords ഉണ്ട്, ആൻഡ് 5 swords. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് കപ്സ്, 2 of wands ആൻഡ് 9 of swords ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു ഇമോഷണൽ ഓഫറുടെ എനർജിയാണ്, ഒരു ന്യൂ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഹൈലൈറ്റ് ആണ് 2025 വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇവിടെ 9 of swordsഉം ഉണ്ട്. 9 of swords ഒരു സ്ട്രെസ്സിന്റെ എനർജിയാണ്, ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പൊ ഈ കൊല്ലം നിങ്ങൾ കുറെ ഓവർ തിങ്ക് ചെയ്യണ എനർജിയിലാണ്, കുറെ സ്ട്രെസ് എടുക്കണ എനർജിയിലാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ സ്ട്രെസ് എടുക്കുക, ആങ്സൈറ്റി ഉണ്ടാവുക, അതൊക്കെയാണ് നിങ്ങളുടെ ഇവിടെ വേറെ മറ്റ് എനർജി ഞാൻ കാണുന്നത്. ആൻഡ് 2 of wands ഇവിടെ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിന്റെ എനർജിയാണ്. അപ്പൊ ഈ കൊല്ലം നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് കുറെ ചെയ്യും. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്, അങ്ങനെ ആ കാര്യത്തിലേക്ക് കുറെ പ്ലാനിങ്ങും സ്ട്രാറ്റജൈസിങ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ 2025. ജനറൽ മെസ്സേജ് നോക്കുമ്പോൾ 5 of wands ആണ് ആദ്യത്തെ കാർഡ്. ഇത് കോമ്പറ്റീഷന്റെ കാർഡാണ്, കോൺഫ്ലിക്റ്റിന്റെ കാർഡ് കൂടിയുമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാംസ് കൊടുക്കണ്ട വെച്ചാൽ അത് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് ആ കോമ്പറ്റീഷനിൽ ജയിക്കാൻ. അപ്പൊ ഈ കാർഡ് പറയണത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും കോമ്പറ്റീഷനിൽ എഫേർട്ട് ഇടണോ അത്രയും നിങ്ങളുടെ ചാൻസസ് ഓഫ് സക്സസ് ഹൈ ആണ്. സിമിലർലി ഇത് കരിയറിലും സെയിം മെസ്സേജ് ആണ്. കോമ്പറ്റീഷൻ ഉണ്ടാവും കലീഗ്സിന്റെ കൂടെ, പക്ഷേ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ അതിലിട്ട അതിൽ എത്രയും നിങ്ങൾ എഫേർട്ട് ഇടണോ അത്രയും നിങ്ങളുടെ സക്സസ് ഹൈ ആയിരിക്കും. അപ്പൊ ഗിവ് അപ്പ് ചെയ്യാണ്ട് എഫേർട്ട് എടുത്തോണ്ട് കണ്ടിന്യൂ ചെയ്യുക. പറഞ്ഞാൽ ആ എഫേർട്ട് വിടരുത്. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ മറ്റേ കാര്യം ഇവിടെ റിലേഷൻഷിപ്സിൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്, വഴക്കുണ്ടാവാൻ വഴിയുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ, പാർട്ട്ണറുടെ കൂടെ. അപ്പോൾ അതും കുറച്ച് ഇവിടെ ഞാൻ ഒരു എനർജി കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇത് തേർഡ് പാർട്ടി ഇന്റർഫിയറൻസും ആവാം, വേറെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യണം, അതും ഉണ്ടാവാൻ വഴിയുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് പ്രോഗ്രസ് കുറച്ച് സ്ലോ ആയിരിക്കും. നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾ പോവുന്നുണ്ട്. നിങ്ങളുടെ ഗോൾ എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അതിൽ കുറെ എഫേർട്ട് ഇടേണ്ടി വരും, കുറെ ഹാർഡ് വർക്ക് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സ്ലോ മൂവ്മെന്റ് ആയിരിക്കും, പ്രോഗ്രസ്സും സ്ലോ ആയിരിക്കും എല്ലാ കാര്യത്തിലും.
റിലേഷൻഷിപ്സിലെ കരിയർ എല്ലാം ഒരു സ്ലോ പേസ് ആണ്, പക്ഷെ സ്റ്റഡി സ്റ്റേബിൾ പേസ് ആണ് ഇത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി കുറെ ഹാർഡ് വർക്ക് ഉണ്ട് ഈ കൊല്ലം. ഓക്കെ, കുറെ കാര്യത്തിലെ എഫേർട്ട് നിങ്ങളുടെ ഡബിൾ ആയിരിക്കും. 3 of Swords ഇവിടെ ഹാർട്ട് ബ്രേക്കിന്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയാണ്. ഞാനൊരു ഡിസപ്പോയിന്റ്മെന്റ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ കൊല്ലം. ഇതിപ്പോ റിലേഷൻഷിപ്പ് ആണോ കരിയർ ആണോ അത് നമ്മൾക്ക് നോക്കാം. ആൻഡ് ലാസ്റ്റ് കാർഡ് ഇവിടെ 5 of Swords ആണ്. കുറച്ചൊരു നെഗറ്റിവിറ്റി ഉള്ള കാർഡാണ് ഇത്. നിങ്ങൾ ഡീൽ ചെയ്യണ ആൾക്കാർ ഇല്ല, നിങ്ങളുടെ ഓഫീസിൽ, ഫാമിലി ലൈഫിൽ ചിലവർ കുറച്ചൊരു നെഗറ്റീവ് എനർജിയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും നെഗറ്റീവായിട്ട് എഫക്റ്റ് ആവണു. ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുക ഇല്ല, ചെറിയ ചെറിയ കാര്യത്തിൽ കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടാവുക. അതൊക്കെ ഉണ്ടാച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാനാണ് പറയണത് ഇങ്ങനത്തെ ഒരു എനർജിയുടെ അടുത്തുനിന്ന്. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ കുറച്ചൊരു സ്പേസ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാച്ചാൽ വാക്ക് അവേ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും 2025 നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ്? ഇപ്പൊ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ മാരേജ്, ഫാമിലി ലൈഫ്, പേരൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ് എല്ലാം ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കും? അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്സിൽ ഞാൻ കാണുന്നത് ഹൈറോഫാണ്ട് ആണ് ആദ്യത്തെ കാർഡ്. ഇത് ട്രഡീഷൻസിന്റെ കാർഡാണ്. ഇത് സൊസൈറ്റിയുടെ കാർഡാണ്, ഫാമിലിയുടെ കാർഡാണ്, മാരേജിന്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇവിടെ മാരേജിന്റെ ചാൻസസ് ഹൈ ആണ്. നിങ്ങൾ പറഞ്ഞ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ ഈ കൊല്ലം നിങ്ങൾക്ക് അത് നല്ല സമയമാണ് കല്യാണം കഴിക്കാൻ. നിങ്ങൾക്കൊരു പാർട്ട്ണറും നിങ്ങൾ കാണും. അതല്ല വെച്ചാൽ ഇതൊരു കുറെ ട്രഡീഷൻസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ കൊല്ലം സ്പിരിച്വൽ കാര്യത്തിൽ കൂടുതൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. പിന്നെ ഈ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി പറയും നമ്മൾ. നിങ്ങൾ അമ്പലത്തിലാണോ ഇല്ലച്ചാ പള്ളിയിലാണോ പോണെച്ചാലും അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ വെച്ചാൽ അതിൽ നിങ്ങൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കുറെ ഇങ്ങനെ സ്പിരിച്വൽ കണക്ഷൻസ് ഞാൻ കൂടുതലാണ് കാണുന്നത് 2025. 8 of Wands നിങ്ങളുടെ റിലേഷൻഷിപ്സ് കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഉള്ള ആൾക്കാരുടെ കൂടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നത് നല്ല പോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ട്രാവൽ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ്, ഫാമിലിയുടെ കൂടെ ട്രാവൽ ചെയ്യും. അതല്ലാച്ചാ ഇത് ചില ഫ്ലേർട്ടിങ് മെസ്സേജസും ആവാം. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് ഞാൻ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ കുറെ ഓപ്പൺ ആയിരിക്കും. റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവും. ഇവിടെ ഒരു ക്വീൻ ഓഫ് വോൺസും ഉണ്ട്. ക്വീൻ ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേ ബി നിങ്ങളൊരു ഫയർ സൈനിന്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. അങ്ങനെ അല്ലച്ച ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ഈ പേഴ്സൺ കുറെ ഒരു പാഷനറ്റ് പേഴ്സൺ ആണ്. അവരുടെ എനർജി തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ കുറെ ഒരു കോൺഫിഡന്റ് ആയ പേഴ്സന്റെ കൂടെയാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ. പക്ഷെ 8 of Swords ഉണ്ട്. അപ്പൊ 8 of Swords ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. അറ്റ് സം പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊരു മെന്റൽ എനർജിയാണ്. അത് ഫിസിക്കലി ആരും നിങ്ങളെ പിടിച്ചിരിക്കില്ല. അതൊരു മെന്റൽ എനർജിയാണ് നിങ്ങളുടെ. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസ് ഒരു ഡിവൈൻ പെയറിന്റെ എനർജിയാണ്. അപ്പോൾ എസ്പെഷ്യലി മാരേജസിൽ കുറച്ചൊരു ബോർഡം, ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. ഓക്കെ, ഞാൻ അതാണ് കാണുന്നത് ഇവിടെ. ആൻഡ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണറിന് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റെഡി ആയി തോന്നുന്നുണ്ടാവില്ല, ഓരൽസ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു സ്റ്റക്കായ സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ എങ്ങനെയാണ്, എന്താണ് മെസ്സേജസ്, കരിയർ മെസ്സേജസ് 2025 കരിയർ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്?
അപ്പോൾ കരിയറിൽ ഞാൻ കാണുന്നത് ലീബ്ര 5 ഇവിടെ 2 5s ഉണ്ട്. 5 പെന്റിക്കിൾ, 5 ഓഫ് കപ്സ്. 5 ചേഞ്ചിന്റെ എനർജിയാണ്. ഓക്കെ, നമ്പർ 5 ചേഞ്ച് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ കരിയറിൽ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ബിസിനസ്സിലാണ് വെച്ചാൽ സൂക്ഷിക്കണം. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളൊരു ജോലിയിലാണ് വെച്ചാലും നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഓഫ് ലോസ്, ലാക്ക്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇടണ എഫേർട്ട് മാതിരി നിങ്ങൾക്ക് കോമ്പൻസേഷൻ ഇല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും ഈ കൊല്ലം. യൂണിവേഴ്സ് പറയണത് പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ഞാനൊരു റിഗ്രറ്റ് ആണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മിസ് ഔട്ട് ചെയ്തു. ആ ഓപ്പർച്യൂണിറ്റി കുറിച്ച് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് എവിടെയോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാച്ചാൽ ഇത് വരാൻ പോണ സിറ്റുവേഷൻ ആയിരിക്കും. എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മിസ് ഔട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറെ റിഗ്രറ്റ് ഉണ്ടാവും, ഗിൽട്ട് ഉണ്ടാവും. പക്ഷെ അതിനെ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഡെവിലാണ് നെക്സ്റ്റ് കാർഡ് കാണുന്നത്. അപ്പോൾ കുറെ അത് ടോക്സിക് ആയി പോവും. നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്ന നിങ്ങളുടെ കരിയറിൽ അതൊരു ബ്ലോക്ക് ആവും. നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന. ആൻഡ് അത് മാത്രമല്ല, നിങ്ങളുടെ കരിയർ കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് 2025. എന്ന് വെച്ചാൽ ഇവിടെ ചില ടോക്സിക് എലിമെന്റ്സ് ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ വർക്ക് കൾച്ചർ അൺഹെൽതി ആയിരിക്കാം, ഇല്ലച്ചാൽ ജനറലി നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല നിങ്ങളുടെ ജോലിയിൽ. അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു വെരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. ഓക്കെ, കറപ്ഷൻ ആയിരിക്കാം, ഇത് ഒരു കുറെ അൺഹെൽതി വർക്ക് അറ്റ്മോസ്ഫിയർ ആവാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ കുറെ കാണുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. പക്ഷെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഇവിടെ ഏസ് ഓഫ് വാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ആൻഡ് ഇത് നിങ്ങൾ കുറെ എക്സൈറ്റഡ് ആവും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ചസ് 2025 ഉണ്ടാവുക? നിങ്ങളുടെ ചാലഞ്ച് ജസ്റ്റിസ് ആണ്, 10 of swords ആണ്, 9 of cups ആണ്, ആൻഡ് ace of swords. ചാലഞ്ചസിൽ ജസ്റ്റിസ്, ലീഗൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഉണ്ടാച്ചാൽ ഈ കൊല്ലം കുറച്ച് അത് ഒരു ചാലഞ്ചിങ് ആസ്പെക്റ്റ് ആയി കാണുന്നുണ്ട് ഞാൻ. ഇത് മാരേജിന്റെ സിറ്റുവേഷൻ ആവാം, ഡിവോഴ്സ് ആവാം, ഇല്ലച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ജനറലി ഒരു ലീഗൽ സിറ്റുവേഷൻ ആയിരിക്കാം. അതുമല്ലച്ചാൽ ഇത് ശരിയായി പറഞ്ഞ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ തരണം വെച്ചാൽ അതൊരു ബാലൻസ്ഡ് റിയാക്ഷൻ ആവണം, ഒരു ഫെയർനെസ്, ഒരു ജസ്റ്റ് എനർജി ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല വെച്ചാൽ കാർമിക് ജസ്റ്റിസ് നമ്മൾ പറയും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കർമ്മ കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ചീത്ത തോട്ട്സ് വെച്ചാൽ, ഇല്ല വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായി വേറെ ആളെ എഫക്റ്റ് ചെയ്യാനുള്ള മാതിരി എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്കും അത് നെഗറ്റീവായി എഫക്റ്റ് ആവും. അപ്പൊ എത്രയും പറ്റുന്ന വെച്ചാൽ ട്രൂത്ത്ഫുൾ ആവുക, ഓണസ്റ്റ് ആവുക, ആൻഡ് കാര്യങ്ങൾ ഫെയർനെസ് വെക്കുക എല്ലാത്തിലും. ഓക്കെ, 10 of swords ഇവിടെ ഒരു എൻഡിങ് ആണ്, ഒരു ബിട്രിയൽ. അപ്പോൾ അതും ഒരു ചാലഞ്ച് ആയിട്ട് ഞാൻ കാണുന്നു. എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡാവുണ്ട്. ഇപ്പൊ ഇതൊരു കരിയർ ആസ്പെക്ട് ആണോ, റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അത് ഡിഫറെൻറ്റ് വേസിലാണ് ഉണ്ടാവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആകുമ്പോൾ അത് പറയാൻ ഡിഫിക്കൾട്ടാണ്. പേഴ്സണൽ റീഡിങ്ങിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നമ്മൾക്ക് അറിയും. പക്ഷെ ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ ഒരു ചീറ്റിംഗ് മാതിരി ഒരു എനർജി, നിങ്ങൾ ചീറ്റഡ് ആയി ഫീൽ ചെയ്യണു, കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്യണു. ഓക്കെ, എന്തോ എൻഡാവുണ്ട്. 9 of cups ഇവിടെ ഹോപ്പിന്റെ എനർജിയാണ്, അതും ചാലഞ്ചാണ് നിങ്ങൾക്ക് ഈ കൊല്ലം. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ഹോപ്പ് ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. അത് മാത്രമല്ല, കുറെ ഒരു കംഫർട്ട് സോണിലായ മാതിരി എനർജി. നിങ്ങൾക്ക് ആ കംഫർട്ട് സോണിൽ പുറത്ത് പോകണ്ട, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ കൊല്ലം. ആൻഡ് അത് ഒരു ചാലഞ്ചാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കാണ് നിങ്ങൾ. ഏസ് ഓഫ് സോർഡ്സ് ഇവിടെ ക്ലാരിറ്റി ആൻഡ് ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, പക്ഷെ അതിലും ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് ചാലഞ്ച് പൊസിഷനിൽ. അപ്പൊ എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക്? എംപ്രസ്,
Three of Pentacles, High Priestess, and Knight of Cups. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറെ ഗ്രോത്ത് ഉണ്ട്, പ്രോസ്പെറിറ്റി ഉണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നല്ല കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ശരിയായി കാര്യങ്ങളെല്ലാം ഒരു നല്ല പോലെ ഓണസ്റ്റായി നിങ്ങൾ ലൈഫ് ജീവിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു പോസിറ്റീവ് കർമ്മ കിട്ടും. ആൻഡ് ആ പോസിറ്റീവ് കർമ്മയിലാണ് നിങ്ങൾക്ക് ഈ അബണ്ടൻസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര ഞാൻ പറഞ്ഞ മാതിരി ഫെയർ ആയിട്ട് ജീവിക്കുക. ആരുടെയും അഗൻസ്റ്റ് ആയി ഒന്നും ചെയ്യരുത്. എല്ലാം നിങ്ങളുടെ ലൈഫ് ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ ആൻഡ് നിങ്ങളുടെ അറ്റാച്ച്ഡ് ആയ ആൾക്കാരുടെ ലൈഫിൽ ഒരു ഫെയർ മാതിരി ബിഹേവ് ചെയ്യുക, ഫെയർ ആയിട്ട് ബിഹേവ് ചെയ്യുക. ഓക്കെ, 3 of Pentacles ഇവിടെ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ബിട്രിയൽ ആയി ഫീൽ ചെയ്യാനുള്ള വഴിയുണ്ട്. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇത് കമ്മ്യൂണിറ്റി സപ്പോർട്ടായിരിക്കാം, ഫാമിലി സപ്പോർട്ടായിരിക്കാം. വേറെ ഈ സിറ്റുവേഷൻ ഉണ്ടായാൽ ക്ലോസ് ഓഫ് ആവരുത്, പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് ആവരുത്. വേറെ ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക, വേറെ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ, ഫാമിലിയുടെ കൂടെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷന് ഈസിലി പുറത്തു വരും. ഹൈ പ്രീസ്റ്റസ് ഒരു സീക്രട്ടിന്റെ എനർജിയാണ്, ഇൻറ്റ്യൂഷന്റെ എനർജിയാണ്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കുക. ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്. അപ്പോൾ പുതിയ ബിഗിനിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ലവില്. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ, പക്ഷെ നിങ്ങൾക്ക് അത് ഒരു ബ്ലോക്ക് ഞാൻ ഇവിടെ കാണുന്നുണ്ട് അതിൽ, ആ റിലേഷൻഷിപ്പിൽ. ഇല്ല വെച്ചാൽ ആ ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ആ ബ്ലോക്കിനെ മാറ്റുക. അതെങ്ങനെയാ വെച്ചാൽ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാം തോട്ട്സ് നിങ്ങളുടെ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി പറയുക. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്കം? 2025ന്റെ ഔട്ട്കം നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്. ഇതെന്താണ് ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ്? നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ്? അപ്പോൾ നിങ്ങളുടെ 2025 ഞാൻ കാണുന്നത് ഒരു ലോയർ ഇവിടെ കാണുന്നുണ്ട്, ഇല്ല ഒരു കൗൺസിലർ. ഓക്കെ, നിങ്ങളുടെയും ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരോ വരുന്നുണ്ട്, ഒരു ലോയർ ഇല്ല ഒരു ഫ്രണ്ട് ആയിരിക്കും. ഇവർ നിങ്ങൾക്ക് കുറെ പ്രാക്ടിക്കൽ അഡ്വൈസ് തരണ മാതിരി ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇവർ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും ആൻഡ് ടെക്നിക്കൽ കാര്യത്തിലെല്ലാം ഹെൽപ്പ് ചെയ്യും. ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഫീമെയിൽ ഫെമിനിൻ എനർജിയും കാണുന്നുണ്ട് നിങ്ങളുടെ 2025. ഇവർ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം. ഞാൻ സിംഗിൾസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി ജോബിലും റിലേഷൻഷിപ്പിലും കാണുന്നുണ്ട്. മറ്റേ കാര്യം, നിങ്ങളുടെ ലൈഫിൽ 2025 കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഫ്യൂച്ചറിൽ നിങ്ങൾ ആ ചാലഞ്ചസിനെ ഒക്കെ ഈസിലി ഓവർകം ചെയ്യും ആൻഡ് ഒരു സ്റ്റേബിൾ കാമർ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോണത് 2025. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 2025 റീഡിങ്. ഇപ്പൊ നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഒറക്കിൾ മെസ്സേജ് ലീബ്രയ്ക്ക് വേണ്ടിയിട്ട്. ലോ ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവ് കാര്യങ്ങൾ വിചാരിച്ച പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായി തോട്ട്സ് വെക്കുക. ഇവിടെ അഡാപ്റ്റബിൾ, സോൾഫുൾ, എൻലൈറ്റൻഡ്, കണക്റ്റഡ്. ഓക്കെ, ഇവിടെ അഡാപ്റ്റ് ചെയ്യുക, സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക. സോൾഫുൾ, കണക്റ്റഡ് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സ്, സോൾ കണക്ഷൻസ് ഇവരെയൊക്കെ ഇഗ്നോർ ചെയ്യാണ്ട് സ്റ്റേ കണക്റ്റഡ്, അതാണ് ഇവിടെ പറയണത്. ആൻഡ് എൻലൈറ്റഡ്, അപ്പോൾ എല്ലാം കാര്യത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ക്ലാരിറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.